കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം സ്പെഷ്യലായ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ വറുത്തരച്ചിട്ട്. നമ്മൾ അന്ന് ഇതിനു മുമ്പേ ഞാനൊരു ഡിഷ് ഇട്ടിരുന്നു, ഇഞ്ചിപ്പുളി. അത് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി. അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ മാവേലിക്കര സൈഡിലൊക്കെ ഇങ്ങനെയാണ് ഓണത്തിന് ഇഞ്ചിക്കറി വെക്കാറ്. അപ്പം നമുക്കത് എങ്ങനെയാണ് വെക്കുന്നത്. ഞാൻ ഇതുപോലെ കൊപ്ര എടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ കൊപ്ര വാങ്ങിക്കാൻ കിട്ടും. ഉണക്കത്തേങ്ങ തന്നെയാണ് ഇത്, അത്ര ഉണങ്ങിയിട്ടില്ല, നല്ല ഉണക്കത്തേങ്ങയാണ്. നിങ്ങൾ ഇഞ്ചിക്കറിക്ക് എപ്പോഴും ഉണക്കത്തേങ്ങ എടുക്കാവും. നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ മീൻസ് കൊപ്രയായിട്ടങ്ങ് ഒത്തിരി ഉണങ്ങിപ്പോയിട്ടില്ലെന്നേ പറഞ്ഞു. അത് ഇങ്ങനത്തെ തേങ്ങ വേണം. ഇതിലത്തെ 2 എണ്ണം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഉണക്കത്തേങ്ങ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ വറുത്തരച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് 1 മാസം 1-2 മാസം എത്ര നാളിരുന്നാലും നനഞ്ഞ സ്പൂണിൽ ഇടാതിരുന്നാൽ മതി. വെള്ളം ഒഴിച്ച് അരയ്ക്കാതിരുന്നാൽ മതി, നല്ലതായിട്ട് ഇരുന്നോളും. അങ്ങനെ ഞാൻ അരച്ച് വെച്ചതാണ്. ഞാനിത് ഓണത്തിന് മുമ്പ് തന്നെ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ വറുത്തരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. അതുപോലെ നോക്കിക്കേ, ഞാൻ വെള്ളം ഒഴിക്കാതെ മിക്സിക്കകത്ത് അരച്ചതാണിത്. കണ്ടോ, ഇത് നല്ല ഉണക്കത്തേങ്ങയാണെങ്കിൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും. ചെറിയ ചൂടോടെ, ചൂട് മാറിയതിന് ശേഷം ചെറിയ ചൂടോടെ പെതുക്കെ അടിച്ചെടുത്താൽ മതി. ഈ രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കേടുകൂടാതിരുന്നോളൂ, എത്ര മാസം വേണേലും. ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത് വെച്ചാൽ, വറുത്തരയ്ക്കാൻ ഇതുപോലെ 2 തേങ്ങ എടുത്തിരുന്നു. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത്രയും സാധനമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇഞ്ചി വേണം. ഞാനിതിന് 1/2 കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക്, എരിയുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി, കായം, കടുക്, പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇങ്ങനെ അരച്ച് വെച്ചേക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്നാകും. പിന്നെ ഞാനിത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങാക്കൊത്തി ചേർക്കുന്നുണ്ട്. ഇത് കണ്ടോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ ചേർത്താണ് ഉണ്ടാക്കുക. പിന്നെ കറിവേപ്പില വേണം. ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുക എണ്ണയ്ക്കകത്തോട്ട്. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മളിങ്ങനെ വറുത്തരച്ച് വേറെ ഒന്നും ചേർക്കാതെ വറുത്തരച്ച് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എടുത്ത് ഇഞ്ചിക്കറി വെക്കാം, തീയൽ വെക്കാം. ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കാര്യം സാധിക്കും. ഇങ്ങനെ വറുത്തരച്ച കറികളൊക്കെ വേണം. ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ തേങ്ങ വറുത്ത് വെക്കാമെങ്കിൽ നമുക്ക് അത് അവർ ഉണർന്നാലും പിന്നെ എപ്പോഴേലും അരച്ചെടുത്താൽ മതി ചെറിയ ചൂടോടെ. അത് ഞാൻ വിശദമായിട്ട് ഞാനിപ്പം ഈ ഡിഷെല്ലാം ഇട്ട് ഓണത്തിൻ്റെ ഡിഷ് ഇട്ടതിന് ശേഷം ഞാൻ ഉടനെ തന്നെ അത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഉപകാരമാകും. അറിയാൻ മേത്തവർക്ക് വേണ്ടി കേട്ടോ, അറിയാവുന്നവരും ഉണ്ടായിരിക്കും. നല്ലതായിട്ട് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കട്ടെ. ഇഞ്ചി വറുത്തതിന് ശേഷം നമുക്ക് ആ സവാളയും വറുത്തെടുക്കണം. അത് നിങ്ങൾ അതിൽ കണ്ടല്ലോ, ഞാൻ പുളി ഇഞ്ചിക്കകത്തും അങ്ങനെ തന്നെയാണ് വറുത്തെടുത്തത്. ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചി ആയിട്ടുണ്ട്. 1 പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 തണ്ട്. ഇതിനകത്ത് കിടന്ന് മൂത്തിട്ട് അതുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 2-3 വറ്റൽമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയതല്ല, ഇനി അടിയിലിരുന്നോണ്ട് വിട്ടുപോയതാണ്. എല്ലാവരും ഓണത്തിന് 2 ദിവസത്തിന് മുമ്പ് ഇഞ്ചിക്കറിയൊക്കെ വെച്ച് വെക്കണം കേട്ടോ. അങ്ങനെ പുളിയിഞ്ചി ഇഞ്ചിക്കറിയും കൂടെ വെക്കാൻ നിൽക്കരുത്, ഏതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ വെച്ച് കൂട്ടുക. ഞാനിത് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെക്കുക. ഇതായിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇതിലിരുന്നൊന്ന് മൂത്തോളുണ്ട്. കറിവേപ്പില ഇങ്ങനെ ഇടണേ, അപ്പം നല്ല ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് ഇഞ്ചിക്കറിക്ക്. ചെറുതായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ, ചൂടോടെ പൊടിക്കരുത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൊച്ചു സവാള, നിങ്ങളുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്തോ കേട്ടോ. ഇത് മൂത്ത് കോരിയിട്ട് നമുക്ക് പിന്നെ നമ്മുടെ തേങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എടുക്കാം. ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കേടൊന്നും ആയി പോയില്ല കറി കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിക്കറിയൊക്കെ പിന്നെ എത്ര ദിവസം ഇരുന്നാലും കേടാവില്ലല്ലോ.
നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്, നല്ലതായിട്ട് ചുമന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിനകത്ത് ഇങ്ങനെ കോരി എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഇതൊന്ന് തേങ്ങ കൊത്തിയെടുത്ത തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കും. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ അത് ഓപ്ഷനിലാണ്, ഞാൻ ചേർക്കാറുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. തേങ്ങ ഞാൻ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, കൊത്തിയെടുത്ത തേങ്ങ. പിന്നെ ഇതിനകത്ത് കുറച്ച് എണ്ണ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, അപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്ത് മാറ്റുകയാണ്. കാരണം നമ്മൾ തേങ്ങ വറുത്തതിനകത്ത് എണ്ണയുണ്ടല്ലോ, അപ്പം നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ എണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പച്ചമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യണം. ഈ ചട്ടി ഭയങ്കര ചൂടാണ്, അത് കാരണം തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്ന് കുറച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു തേങ്ങയുടെയാണ്, ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഒഴിച്ചിട്ട് നോക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് പിന്നെ ചേർക്കാം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി നോക്കിയിട്ട് വേണം ചേർക്കാനേ. ഞാനിങ്ങനെ കലക്കി വെച്ചിരുന്ന പുളിവെള്ളമാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഈ ഇഞ്ചി ഉള്ളിയും കൂടെ പൊടിച്ചത്, കറിവേപ്പിലയും കൂടെ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് പിന്നെ ചട്ടി ഒരുപാട് ചൂടായതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചാൽ ഞാൻ കത്തിച്ച് കൊടുക്കട്ടെ. കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാണ്, പുളി കുറവാണ്. തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം കിടന്നൊന്ന് വേവട്ടെ. ഇപ്പം നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഞാൻ ചേർത്തില്ലായിരുന്നു, ഇത് തിളച്ചതിന് ശേഷം ചേർക്കാനായിരുന്നു. ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കുറുക്കി വേണേൽ എടുക്കാം, കുറച്ചുകൂടെ ലൂസായിട്ട് വേണേലും ഇത് എടുക്കാം. പിന്നെ നമ്മുടെ ഈ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കട്ടെ. അതിനുശേഷം പിന്നെ നമുക്കിതിൻ്റെ ഉപ്പും പുളിയും അതെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ എന്ത് പെട്ടെന്ന് ഇഞ്ചിക്കറി ആയത്. ഇനി കിടന്നൊന്ന് എടുത്ത് വരട്ടെ. കുറച്ച് മധുരം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മധുരം കുറവാണ്. മധുരവും ശർക്കരയും പുളിയും കൂടെ വേണം. പുളി കുറവാണ്, അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ പുളി എടുത്തത്.
ഇതിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറിയ തീ വെച്ച് കൊടുക്കണം. ഒന്നായി വരട്ടെ. ഞാൻ ഇഞ്ചിക്കറിയൊക്കെ വെച്ചിട്ടേ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനായിട്ട് വന്നതാണ്. ഒരാൾ ഇതുകൊണ്ട് മൂന്നിലയുടെ മണ്ടയ്ക്ക് കയറി ഇരിക്കുന്നുണ്ടോ? ആ ബിൽഡിങ്ങേ വല്ലാത്ത താമസമില്ലാത്തതാണ്, ക്വാർട്ടേഴ്സാണ്. അതിൻ്റെ മണ്ടയ്ക്ക് കയറിയൊന്നും അതിൻ്റെ ചിറകൊക്കെ ഉണക്കുമായിരുന്നു. മഴ നനഞ്ഞിട്ട് മയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ മഴ വീണ്ടും മഴ വീണേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. എത്ര വലിയ മയിലാന്ന് നോക്കിയേ. അതിവിടെ താഴെ വരുന്നതാണ്, ഒത്തിരി വരും. വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഗോതമ്പും ജുവാറും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മഴയായി. ആ മയിലിരുന്ന് മഴ നനയുവാ. ഞാനിവിടെ നിന്ന് മഴ നനയുവാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. വേണ്ട, നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി വറുത്തരച്ച ഇഞ്ചിക്കറി. ഇത് അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് എണ്ണ അങ്ങ് മാറ്റിയായിരുന്നെങ്കിലും അത് ഉണക്കത്തേങ്ങയല്ലേ, അതുകൊണ്ട് ഈ എണ്ണ തെളിഞ്ഞ് വന്നത്. അതുകൊണ്ട് നമ്മുടെ കറി കേടാവത്തില്ല എത്ര ദിവസം ഇരുന്നാലും. അപ്പം നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഉപ്പും പുളിയും മധുരവും എല്ലാം പരുവത്തിനുണ്ട്. തേങ്ങ വറുത്തരച്ച ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.